ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ എ സി സർക്യൂട്ടിൻ്റെ ആറാമത്തെ ഭാഗമാണ്. അതിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് എ സി സർക്യൂട്ട് കണ്ടെയ്നിങ് പ്യുവർ റെസിസ്റ്റൻസ്, അതുപോലെ പ്യുവർ ഇൻഡക്റ്റൻസ് ആൻഡ് പ്യുവർ കപ്പാസിറ്റൻസ്. ഒരു എ സി സർക്യൂട്ടിൽ റെസിസ്റ്റൻസ് മാത്രം ഉള്ള ഒരു എ സി സർക്യൂട്ട്, അതുപോലെ തന്നെ ഇൻഡക്റ്റൻസ് മാത്രമുള്ളൊരു എ സി സർക്യൂട്ട്, അതുപോലെ തന്നെ കപ്പാസിറ്റൻസ് മാത്രമുള്ളൊരു എ സി സർക്യൂട്ടിനെ അങ്ങനെ ഒരു സർക്യൂട്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് അറ്റ് ദി എൻഡ് ഓഫ് ദിസ് ക്ലാസ് യു വിൽ ബി ഏബിൾ ടു സ്റ്റേറ്റ് ഫേസ് റിലേഷൻ ബിറ്റ്വീൻ വി ആൻഡ് ഐ. വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള ഫേസ് റിലേഷൻഷിപ്പ്, അതുപോലെ തന്നെ പവർ ഇൻ എ പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ട്. ഒരു പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ടിൽ പവർ എങ്ങനെ ഉണ്ടാവും, അതുപോലെ തന്നെ വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്, അതുപോലെ പവർ ഫാക്ടർ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഒന്നാമത്തെ ഒബ്ജക്റ്റീവ്സ്. രണ്ടാമത്തത് സ്റ്റേറ്റ് ഫേസ് റിലേഷൻഷിപ്പ് വി ആൻഡ് ഐ പവർ ഇൻ എ പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ട്. ആദ്യം റെസിസ്റ്റീവ് സർക്യൂട്ട് ആണെങ്കിൽ പിന്നെ ഇൻഡക്റ്റീവ് സർക്യൂട്ടിൽ പവർ പിന്നെ വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള റിലേഷന്, അതുപോലെ പവർ ഫാക്ടർ തുടങ്ങിയവ. മൂന്നാമത്തത് സ്റ്റേറ്റ് ഫേസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വി ആൻഡ് ഐ പവർ ഇൻ എ പ്യുവർ കപ്പാസിറ്റീവ് സർക്യൂട്ട്. പ്യുവർ കപ്പാസിറ്റീവ് റെസിസ്റ്റീവ് പവർ പിന്നെ വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള റിലേഷനൊക്കെയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പം ആദ്യം സർക്യൂട്ട് കണ്ടെയ്നിങ് പ്യുവർ റെസിസ്റ്റൻസ് മാത്രമുള്ളൊരു സർക്യൂട്ട്. പ്യുവർ റെസിസ്റ്റൻസ് ഈസ് ദാറ്റ് ഇറ്റ് ഹാസ് നോ ഇൻഡക്റ്റൻസ് ആൻഡ് കപ്പാസിറ്റൻസ്. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു സർക്യൂട്ടിൽ ഇത് സപ്ലൈ ആണ്, എ സി സപ്ലൈ ആണ്, അവിടെ ഒരു റെസിസ്റ്റൻസ് മാത്രമുള്ള സർക്യൂട്ടിൽ അതിലെന്തില്ല, നോ ഇൻഡക്റ്റൻസ് ആൻഡ് കപ്പാസിറ്റൻസ്. ഇൻഡക്റ്റൻസോ കപ്പാസിറ്റൻസോ ഒന്നും ഇല്ലാത്ത ഒരു പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ട്. അതിൽ വെൻ ആൻഡ് എ സി വോൾട്ടേജ് ഈസ് അപ്ലൈഡ് അക്രോസ് ദ സർക്യൂട്ട് എ കറണ്ട് വിൽ ഫ്ലോ. അങ്ങനെ നമ്മൾ എ സി കൊടുത്താൽ എന്ത് ചെയ്യും, അതിലൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യും. ദ വാല്യൂ ഓഫ് കറണ്ട് ഈസ് ഗിവൺ ബൈ ഓംസ് ലോ. ഓംസ് ലോ പ്രകാരം നമുക്ക് വാല്യൂ കിട്ടും. എന്താണ് അല്ലേ, ഐ ഈസ് ഈക്വൽ ടു വി ബൈ എന്താണ് വി ബൈ ആർ അല്ല, എന്താണ് ഇസഡ് ആണ്. എ സി ആകുമ്പോൾ ഇസഡ് ആണെന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ വി ബൈ ഇസഡ്, ഐ ഈസ് ഈക്വൽ ടു വി ബൈ ഇസഡ്. ഇസഡ് എന്ന് പറഞ്ഞാൽ ഇമ്പിഡൻസ്, വോൾട്ടേജ് ഡിവൈഡ് ബൈ ഇമ്പിഡൻസ്. ഇസഡ് ടോട്ടൽ ഒപ്പോസിഷൻ ഓഫ് ദ സർക്യൂട്ട്. എ സിയിലാകുമ്പോൾ പിന്നെ റെസിസ്റ്റൻസ് പ്ലസ് റിയാക്റ്റൻസ്. ആ പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ടിൽ ഇസഡ് എന്താണ് അല്ലേ, ഇസഡ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഒപ്പോസിഷനാണ്. ഇവിടെ ഇൻഡക്റ്റൻസും കപ്പാസിറ്റൻസും ഇല്ല. ഇൻഡക്റ്റൻസും കപ്പാസിറ്റൻസും ഇല്ലാത്തത് കൊണ്ട് എന്താണ്, ഇൻഡക്റ്റൻസ് ഈസ് ഈക്വൽ ടു റെസിസ്റ്റൻസ് ആണ് ഒരു പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ടിൽ. അതുകൊണ്ട് തന്നെ ഐ ഈസ് ഈക്വൽ ടു കറണ്ട് കാണാനുള്ള ഇക്വേഷൻ ഐ ഈസ് ഈക്വൽ ടു വി ബൈ ആർ തന്നെ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഡി സിയിൽ എങ്ങനെയാണോ കറണ്ട് കാണുക അതുപോലെ തന്നെ ആയിരിക്കും എ സിയിലും പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ടിൽ കറണ്ട് കാണാൻ. ഐ ഈസ് ഈക്വൽ ടു വി ബൈ ആർ. ഇനി നോക്കാം, പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ടിലെ വോൾട്ടേജ് ആൻഡ് കറണ്ട് ആർ ഇൻ ഫേസ് ആയിരിക്കും. വോൾട്ടേജും കറണ്ടും ഇൻ ഫേസ് ആയിരിക്കും. ഇൻ ഫേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിരുന്നു എന്താണ്, മിനിമത്തിനും മാക്സിമത്തിനും എത്തണേ അല്ലേ, ഒരേ സൈമൾട്ടേനിയസ്ലി ഒരേ സമയം എത്തുകയാണെങ്കിൽ അതിനെ ഇൻ ഫേസ് എന്നാണ് പറയുക. അപ്പോൾ പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ട് ആണെങ്കിൽ ആ സർക്യൂട്ടിൽ എന്തായിരിക്കും, വോൾട്ടേജും കറണ്ടും ഇൻ ഫേസ് ആയിരിക്കും. ഇൻ ഫേസ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, ആംഗിള് 0 ആയിരിക്കും. ആംഗിൾ പിന്നെ ഇത് തമ്മിൽ വ്യത്യാസം, ഫേസ് ഡിഫറൻസ് ഒന്നുമില്ല. അപ്പോൾ എന്താണ് അതിൻ്റെ വെക്ടർ ഡയഗ്രം നമ്മൾ വരക്കൽ ഇതിന് മുമ്പ് ഇൻ ഫേസ് നമ്മൾ പഠിച്ചതാണ്. എന്താണ്, ഇത് കറണ്ടാണ്, വോൾട്ടേജും ഇത് തമ്മിൽ എന്തില്ല, ആംഗിള് വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഇൻ ഫേസ് ആയിരിക്കും പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ടിലെ വോൾട്ടേജും കറണ്ടും തമ്മിൽ ഇൻ ഫേസ് ആയിരിക്കും. ഇനി പവർ കാണാൻ, പ്യുവർ റെസിസ്റ്റീവിലെ പവർ നമ്മൾ കാണുന്നത് ഇപ്പം എന്താ, കറണ്ട് ഈസ് റൈസിങ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ, ദി പവർ ഈസ് ഗിവൺ ബൈ. നമുക്ക് നോക്കുക, ഇവിടെ പവർ കാണാൻ വി ഇൻറ്റു ഐ അല്ലേ, വി ഇൻറ്റു ഐ എന്നുള്ള ഇക്വേഷനാണ് പവർ കാണാൻ. ഇവിടെ വിയും വോൾട്ടേജും കറണ്ടും പോസിറ്റീവ് ഹാഫ് സൈക്കിളാണ്, ഒരേ സമയത്ത് പോസിറ്റീവ് ഹാഫ് സൈക്കിളാണ്. അപ്പോൾ നമ്മൾ വി ഇൻറ്റു ഐ ഗുണിക്കുകയാണെങ്കിൽ അത് പോസിറ്റീവ് പവർ ആയിരിക്കും നമുക്ക് കിട്ടുക, പോസിറ്റീവ് പവർ ആയിരിക്കും നമ്മൾ ലഭിക്കുക. എന്നാൽ നെഗറ്റീവിൽ നോക്കുക, രണ്ടും നെഗറ്റീവാണ് അല്ലേ, രണ്ടും നെഗറ്റീവിൻ്റെ നെഗറ്റീവ് ആണെങ്കിൽ അല്ലേ, നമ്മൾ ഗുണിക്കുകയാണെങ്കിൽ രണ്ടും നെഗറ്റീവ് എന്നാൽ എന്ത് ചെയ്യും, അത് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ പോസിറ്റീവ് പവർ ആയിരിക്കും, രണ്ട് ഹാഫ് സൈക്കിളും നമുക്ക് ലഭിക്കുക പോസിറ്റീവ് പവർ ആയിരിക്കും. അപ്പോൾ ഇത് ന്യൂട്രലൈസ് ചെയ്ത് പോകാനൊന്നുമില്ല, എന്താണ് പ്ലസ് ചെയ്യാനാണ്. പവർ രണ്ട് ഹാഫ് സൈക്കിളും, പോസിറ്റീവ് ഹാഫ് സൈക്കിളും നെഗറ്റീവ് ഹാഫ് സൈക്കിളും നമുക്ക് എന്താണ്, പോസിറ്റീവ് പവറാണ് നമുക്ക് ലഭിക്കുക. ഇത് നോക്കാം, കറണ്ട് എന്താണ് നമുക്ക് പവർ ലഭിക്കാനുള്ള ഇക്വേഷൻ I² R ആണ്. ഇവിടെ I² R.
ഐ സ്ക്വയർ ആണെങ്കിൽ I R അല്ലേ, ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ I R ആണ്. അപ്പോൾ അതാണ് അതിന് പകരം ഐക്ക് പകരം നമ്മൾ V/Z കൊടുത്തു. V/Z എന്നുള്ള ഇത് ഈ ഐക്ക് പകരം നമ്മൾ V/Z കൊടുത്തു. ബാക്കി I/R തന്നെയാണ്. ഇനി നോക്കുക, ഇത് ഈ V/Z പകരം എന്താണ് നമ്മൾ R അല്ലേ ഡിവൈഡ് ബൈ V/I/R ഡിവൈഡ് ബൈ Z എന്താണ് ഇവിടെ R/Z എന്ന് കൊടുത്താലും സെയിം ആണ്. പവർ കാണാനുള്ള ഇക്വേഷൻ R/Z എന്ന് പറഞ്ഞാൽ എന്താണ് cos phi പവർ ഫാക്ടർ അല്ലേ, ഇത് V/I cos phi. ഇതിൽ നമ്മൾ പഠിച്ച പവർ കാണാനുള്ള അതേ ഇക്വേഷൻ തന്നെയാണ്, ആക്റ്റീവ് പവർ കാണാനുള്ള ഇക്വേഷൻ V/I cos phi ആണ് ആക്റ്റീവ് പവർ കാണാനുള്ള ഇക്വേഷൻ. ഇനി നോക്കുക W = V/I cos phi. ഇനി നെഗറ്റീവ് അല്ലേ, നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞു നെഗറ്റീവും പോസിറ്റീവ് എന്താണ് കിട്ടുക എന്ന് പറഞ്ഞു. പവർ എങ്ങനെയാണ് ഇത് ലഭിക്കുന്നത് നോക്കാം. പവർ വെൻ ദ സർക്യൂട്ട് ഈസ് ഫാളിങ് ദ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ അല്ലേ, നെഗറ്റീവ് ഹാഫ് സൈക്കിളിലേക്ക് പോകുമ്പോൾ ഇൻ ദിസ് കേസ് ആൾസോ ദ പവർ ഈസ് പോസിറ്റീവ്. അതുകൊണ്ട് എന്താണ് ഇവിടെ പിന്നെ പോസിറ്റീവാണ്. പിന്നെ കാരണം എന്താണ് അപ്പർ ഹാഫ് ഓഫ് ദിസ് ഈസ് ഷോൺ ഇൻ ദ അപ്പർ ഹാഫ്. ദിസ് ഈസ് ട്രൂ ഓൺലി റെസിസ്റ്റീവ് സർക്യൂട്ട്. റെസിസ്റ്റീവ് സർക്യൂട്ടിൽ മാത്രമേ ഇങ്ങനെ ഉണ്ടാവുള്ളൂ. പോസിറ്റീവ് ഹാഫ് സൈക്കിളും നെഗറ്റീവ് ഹാഫ് സൈക്കിളും എന്ത് പോസിറ്റീവ് പവർ കിട്ടുന്നത് പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ടിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം. W = അല്ലേ -I²R ആണ്. നമ്മളിവിടെ പറഞ്ഞു എന്താണ് V/I ആണെങ്കിൽ രണ്ടും നെഗറ്റീവ് ആയതുകൊണ്ട് എന്ത് ചെയ്യും അല്ലേ, രണ്ടും നെഗറ്റീവാണ്, അതുകൊണ്ട് എന്ത് ചെയ്യും അത് പോസിറ്റീവ് ആകും. ഇനി ഇങ്ങനെ നോക്കുകയാണെങ്കിൽ I²R വെച്ച് നോക്കുകയാണെങ്കിൽ -I²R അല്ലേ, -I എന്ന് എന്ത് വരും I²R വരും അല്ലേ. I²R എന്നുള്ള അതേ പ്ലസ് I²R അതേ എഫക്റ്റാണ്. I²R ആണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടു എന്താണ് W = V/I cos phi ആണ് ഇക്വേഷൻ. അപ്പോൾ പവർ കാണാനുള്ള ഇക്വേഷൻ ആക്റ്റീവ് പവർ = V/I cos phi. ഇനി പവർ ഫാക്ടർ കാണാനുള്ള ഇക്വേഷൻ cos phi = R/Z അല്ലേ, R/Z ആണ്. പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ടിൽ R Z തന്നെയാണ് നമ്മൾ പറഞ്ഞു. എന്നാൽ പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ടിൽ Z എന്ന് പറഞ്ഞാൽ എന്താണ് ഇമ്പിഡൻസ് ആണ്, ടോട്ടൽ ഒപ്പോസിഷൻ. ഇവിടെ എന്താണ് കപ്പാസിറ്റീവ് റിയാക്ടൻസോ ഇൻഡക്റ്റീവ് റിയാക്ടൻസോ ഇല്ലാത്തതുകൊണ്ട് ഇവിടെ പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ടിൽ റെസിസ്റ്റൻസ് തന്നെയാണ് എന്ത് ഇമ്പിഡൻസ്. കാരണം കപ്പാസിറ്റൻസോ ഇൻഡക്റ്റൻസോ പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ടിൽ ഇല്ല, അതുകൊണ്ട് റെസിസ്റ്റൻസ് = ഇമ്പിഡൻസ് ആണ്. അപ്പോൾ ഇവിടെ നോക്കുക R അല്ലേ cos phi = R/Z എന്ന് പറഞ്ഞാൽ R/R എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും. അപ്പോൾ പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ടിൽ പവർ ഫാക്ടർ ഓഫ് ദ റെസിസ്റ്റീവ് സർക്യൂട്ട് ഈസ് 1 ആയിരിക്കും. പവർ ഫാക്ടർ 1 ആയിരിക്കും എന്ന് പറഞ്ഞാൽ യൂണിറ്റി പവർ ഫാക്ടർ ആയിരിക്കും. പവർ ഫാക്ടർ യൂണിറ്റി ആയിരിക്കും. അപ്പോൾ യൂണിറ്റി പവർ ഫാക്ടർ ആയിരിക്കും പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ടിൽ. അത് ഒന്ന് ഓർത്ത് വെക്കും, പിന്നെ എന്തായാലും നമ്മൾ ഓർത്ത് വെക്കണം. അതുപോലെ തന്നെ പിന്നെ എന്താണ് പവർ ഫാക്ടർ 1 ആയതുകൊണ്ട് പവർ ഡെവലപ്ഡ് ഓഫ് റെസിസ്റ്റീവ് സർക്യൂട്ട് ഈസ് മാക്സിമം. പവർ ഡെവലപ്പ് ചെയ്യും, മാക്സിമം പവർ ഡെവലപ്പ് ചെയ്യും എന്ന് പറഞ്ഞാൽ അപ്പാരൻറ്റ് പവർ നമ്മൾ KCBയുടെ ലൈനിൽ നിന്നും വരച്ചെടുക്കുന്നത് അപ്പാരൻറ്റ് പവറാണ് V/I ആണ്. അത് മുഴുവനായിട്ടും പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ടിൽ ഉപയോഗിക്കും എന്ന് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ കാരണം എന്താണ് ആക്റ്റീവ് പവർ എന്ന് പറഞ്ഞാൽ V/I × 1 അല്ല, ഇവിടെ പിന്നെ പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ 1 ആണ്. പിന്നെ പവർ കാണാനുള്ള ഇക്വേഷൻ V/I cos phi V/I × 1 വരും. അപ്പോൾ അപ്പാരൻറ്റ് പവർ = ആക്റ്റീവ് പവർ. അപ്പാരൻറ്റ് പവർ എന്ന് പറഞ്ഞാൽ V/I ആണ്, അത് തന്നെയായിരിക്കും ആക്റ്റീവ് പവറും. V/I × 1 എന്ന് പറഞ്ഞാൽ V/I തന്നെ ആയിരിക്കും. അപ്പോൾ പവർ ഡെവലപ്ഡ് = V/I. പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ടിൽ പവർ ഫാക്ടറിന് നമ്പർ 1 ആയിരിക്കും. പവർ ഫാക്ടറിൻ്റെ വാല്യൂ 1 ആയിരിക്കും. യൂണിറ്റി പവർ ഫാക്ടർ ആണ് അല്ലെ, 1 എന്നുള്ളത് യൂണിറ്റി പവർ ഫാക്ടർ എന്നാണ് നമ്മൾ പറയുക. അതുപോലെ തന്നെ യൂണിറ്റി പവർ ഫാക്ടർ ആയതുകൊണ്ട് തന്നെ പവർ ഡെവലപ്പ് ചെയ്യുന്നത് റെസിസ്റ്റീവ് സർക്യൂട്ടിൽ മാക്സിമം പവർ ഡെവലപ്പ് ചെയ്യും എന്ന് പറഞ്ഞാൽ പാരൻറ്റ് പവർ = ആക്റ്റീവ് പവർ ആയിരിക്കും. ഇനി AC സർക്യൂട്ട് കണ്ടെയ്നിങ് പ്യുവർ ഇൻഡക്റ്റീവ് ഓൺലി. ഇവിടെ ഇൻഡക്റ്റൻസ് മാത്രമേ ഉള്ളൂ, റെസിസ്റ്റൻസ് ഒന്നുമില്ല. ഇവിടെ നോക്കുക, എ സർക്യൂട്ട് പ്യുവർ ഇൻഡക്റ്റൻസ് എലോൺ ക്യാൻ നെവർ ബി ഫോംഡ്. നമുക്ക് പ്യുവർ ഇൻഡക്റ്റൻസ് ഉള്ളൊരു സർക്യൂട്ട് നമുക്ക് ഫോം ചെയ്യാൻ കഴിയില്ല. അതിൻ്റെ കാരണം എന്താ, നമ്മൾ എന്തുകൊണ്ടാണ് ഇൻഡക്റ്റൻസ് ഉണ്ടാക്കുന്നത്? നമ്മൾ വയർ ചുറ്റിയിട്ടാണ് ഉണ്ടാക്കുക. വയറിന് എന്തുണ്ടാവും, ഒരു റെസിസ്റ്റൻസ് എന്തായാലും ഉണ്ടാവും. ബിക്കോസ് ദി സോഴ്സ്, ദ കണക്റ്റിംഗ് വയേഴ്സ് ആൻഡ് ദ ഇൻഡക്ടർ ആൾ ഹാവ് സം റെസിസ്റ്റൻസ്. നമുക്ക് സോഴ്സ് വരുന്ന ബാറ്ററി എന്താണെങ്കിലും അവിടെ, അതുപോലെ തന്നെ വയറുകളിൽ ഒക്കെ എന്തുണ്ടാവും, ചെറിയ റെസിസ്റ്റൻസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ
ഒരു പ്യുവർ ഇൻഡക്റ്റൻസ് എന്നുള്ളത് നമുക്ക് ഫോം ചെയ്യാൻ പറ്റാത്തൊരു സംഭവമാണ്. എന്നാലും നമ്മൾ അങ്ങനെ ഒരു ഉണ്ടെങ്കിൽ എന്നുള്ള നിലക്ക് ഒരു ഇൻഡക്റ്റൻസ് ഓൺലി പ്യുവർ ഇൻഡക്റ്റൻസ് ആണെങ്കിൽ എന്തായിരിക്കും ആ സർക്യൂട്ടിൽ എന്നുള്ളത് ഒന്ന് ചർച്ച ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെ എന്താണ് നമ്മൾ എങ്ങനെയാണ് ഇപ്പോൾ ചർച്ച ചെയ്യണമെന്ന് ചോദിച്ചാൽ, ഈ റെസിസ്റ്റൻസ് വളരെ കുറവാണ് അല്ലേ, ഇതിൻ്റെ റെസിസ്റ്റൻസ് വളരെ കുറവായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അസ്യൂം ചെയ്യുക. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് എഫക്റ്റ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ കറണ്ട് ദാൻ ഡസ് ദി ഇൻഡക്റ്റൻസ് കൊണ്ട് മാത്രം ഉണ്ടാകുന്ന കറണ്ട് ഉണ്ടാവുള്ളൂ എന്ന് നമ്മൾ സങ്കല്പിക്കുക. ദ സർക്യൂട്ട് ക്യാൻ ബി കൺസിഡർ ആസ് കണ്ടെയ്നിങ് ഓൺലി ഇൻഡക്റ്റൻസ് മാത്രം എന്നുള്ള സർക്യൂട്ടായിട്ട് നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ, ഇങ്ങനെ ഒരു സർക്യൂട്ട് ഉണ്ടാക്കാൻ പറ്റൂല എന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെ ഒരു സർക്യൂട്ട് ഉണ്ടായാൽ എന്താണ്, അങ്ങനെ ഒരു സർക്യൂട്ട് ഉണ്ടെങ്കിൽ എന്താണ്, ആ സർക്യൂട്ട് ദർ ഈസ് നോ റെസിസ്റ്റൻസ് ആൻഡ് കപ്പാസിറ്റൻസ്. പ്യുവർ ഇൻഡക്റ്റൻസ് എന്ന് പറഞ്ഞാൽ പിന്നെന്തില്ല, റെസിസ്റ്റൻസോ കപ്പാസിറ്റൻസോ ആ സർക്യൂട്ടിലില്ല. അപ്പോൾ പ്യുവർ ഇൻഡക്റ്റൻസ് കോയിൽ വൗണ്ടഡ് ആയി ലാമിനേറ്റഡ് അയൺ കോർ. പ്യുവർ ഇൻഡക്റ്റൻസ് ഉള്ളൊരു കോയിൽ നമ്മൾ എന്ത് ചെയ്തു, ഒരു ലാമിനേറ്റഡ് അയൺ കോറിൽ വൗണ്ട് ചെയ്തു വിത്ത് എ ഫ്യൂ ടേൺസ് ഓഫ് തിക്ക് വയർ. കട്ടി കൂടിയ വയർ ഉപയോഗിച്ചിട്ട് വളരെ കുറഞ്ഞ ചുറ്റുകൾ ഉണ്ടാക്കിയിട്ടൊരു പ്യുവർ ഇൻഡക്റ്റൻസ് ഉള്ള ഒരു കോയിൽ നമ്മൾ ചുറ്റി ഉണ്ടാക്കി. അങ്ങനെയാണെങ്കിൽ അതിലേക്ക് ഒരു AC വോൾട്ടേജ് അപ്ലൈ ചെയ്തു, ഒരു AC വോൾട്ടേജ് നമ്മൾ അപ്ലൈ ചെയ്തു. അപ്പോൾ എന്തുണ്ടാവും, അതിലൂടെ ഒരു കറണ്ട് ഒഴുകും. ആ കറണ്ട്, ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ കറണ്ട് ഗിവൺ ബൈ നമുക്കറിയാം ഓംസ് ലോ പ്രകാരം I AC-യിലാണെങ്കിൽ V/Z ആണ്. ഇവിടെ അല്ലേ പ്യുവർ ഇൻഡക്റ്റൻസ് സർക്യൂട്ടിൽ Z എന്ത് മാത്രമേ ഉള്ളൂ, ഇൻഡക്റ്റൻസിൽ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് മാത്രം. അപ്പോൾ ഇവിടെ ഇംപെഡൻസ് എന്ന് പറഞ്ഞാൽ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് മാത്രമേ ഉള്ളൂ. ഇൻഡക്റ്റീവ് ഇംപെഡൻസ് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് XL മാത്രമേ ഉള്ളൂ. അപ്പോൾ I V/XL എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ടായിരിക്കും പ്യുവർ ഇൻഡക്റ്റൻസിൽ. പ്യുവർ റെസിസ്റ്റൻസിൽ നമ്മൾ V/R എന്നുള്ള ഇക്വേഷൻ വെച്ചായിരുന്നു കണ്ടത്. ഇവിടെ V/XL എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ കറണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അതാണ് XL കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, 2πfL. അപ്പോൾ XL ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് കാണാനുള്ള 2πfL ആണെന്ന് നമുക്കറിയാം. ഇനി പ്യുവർലി ഇൻഡക്റ്റീവ് സർക്യൂട്ട് കറണ്ട് ലാഗ്സ് ബിഹൈൻഡ് വോൾട്ടേജ് ബൈ 90°. നമ്മൾ മുമ്പ് പറഞ്ഞതാണ്, എന്താണ് പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ട് ലാഗ് ചെയ്യാണ് ചെയ്യുക. പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ട് ആണെങ്കിൽ അതെന്താണ്, ഇൻഡക്റ്റീവ് സർക്യൂട്ട് ലാഗ് ചെയ്യാമെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്. ഇവിടെ പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ട് ആണെങ്കിൽ എന്താണ്, കറണ്ട് ലാഗ്സ് ബിഹൈൻഡ് ദ വോൾട്ടേജ് ബൈ 90°. കറണ്ട് ഇവിടെ നോക്കുക, ഇത് അപ്ലൈഡ് വോൾട്ടേജ് മാക്സിമത്തിലെത്തുമ്പോൾ കറണ്ട് 0-ലെത്തുള്ളൂ. അപ്പോൾ 90° ലാഗ് ചെയ്യും കറണ്ട്. ഇൻഡക്റ്റീവ് സർക്യൂട്ടിൽ 90° ലാഗ് ചെയ്യുകയാണ് ചെയ്യുക. അത് വരക്കൽ ഇങ്ങനെയാണ്, എന്താണ് വോൾട്ടേജ് അതിന് കറണ്ട് 90° ലാഗ് ചെയ്യും എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളിത് വരക്കുമ്പോൾ നമ്മൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറണ്ട് എന്താണ് 90° ലാഗ് ചെയ്തതായിട്ടാണ് കാണിക്കുക. ഈ രീതിയിലാണ് കാണിക്കുക. വോൾട്ടേജ് ഇവിടെ ആണെങ്കിൽ കറണ്ട് 90° ലാഗ് ചെയ്തതായിട്ട് ഇങ്ങനെയാണ് അതിൻ്റെ വെക്റ്റർ ഡയഗ്രാം. ഇനി ഒരു പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ടിൽ കറണ്ട് നോട്ട് ഇൻ ഫേസ് വിത്ത് വോൾട്ടേജ് എന്നാണ്. പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ടിലതുപോലെ ഇൻ ഫേസ് അല്ല, എത്രയാണ്, ലാഗ് ബൈ 90° ഇലക്ട്രിക്കൽ. എന്താണ്, കറണ്ട് 90° വോൾട്ടേജിന് ലാഗ് ചെയ്യും. അപ്പോൾ ഇവിടെ പവർ കാണാനുള്ള ഇക്വേഷൻ V/I/cos∅ തന്നെയാണ്. cos∅ R/Z ആണ് അല്ലേ, നമ്മൾ അറിയാം. cos∅ കാണാനുള്ള ഇക്വേഷൻ R/Z ആണ്. R ഇവിടെ എന്താണ്, 0 ആണ്. പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ടിൽ റെസിസ്റ്റൻസ് കപ്പാസിറ്റൻസോ ഇല്ല, അതുകൊണ്ട് റെസിസ്റ്റൻസ് 0 ആണ്. അപ്പോൾ എന്താണ്, cos∅ കാണാനുള്ള ഇക്വേഷൻ R/Z ആണ്. R 0 ആണ്. അപ്പോൾ 0/Z 0 ആയിരിക്കും. അപ്പോൾ cos∅ 0 വരികയാണെങ്കിൽ അല്ലേ, cos∅ 0 വരികയാണെങ്കിൽ പവർ എന്തായിരിക്കും, W V/I/cos∅ 0 ആണ്, 0. അപ്പോൾ നൗ പവർ ഫാക്ടർ ഓഫ് ദ പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ട് 0. അപ്പോൾ പവർ ഫാക്ടർ പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ടിലെ പവർ ഫാക്ടർ 0 ആയിരിക്കും. എന്നാൽ പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ടിൽ 1 ആയിരുന്നു. ഇവിടെ പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ടിൽ പവർ ഫാക്ടർ 0 ആണ്. അപ്പോൾ പവർ ഫാക്ടർ 0 ആകുകയാണെങ്കിൽ എന്താണ്, നമുക്ക് പവർ കാണാനുള്ള ഇക്വേഷൻ W V/I/cos∅. അപ്പോൾ W V/I/0 വരും, അതാണ് 0 ആണ്. അപ്പോൾ ഇൻഡക്റ്റീവ് സർക്യൂട്ടിൽ പവർ ഇൻ പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ട് വാല്യൂ ഓഫ് ദ റെസിസ്റ്റൻസ് 0 ആയതിനാൽ റെസിസ്റ്റൻസ് 0 ആണ്. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡ്രോപ്പ് 0 ആയിരിക്കും. പവർ ഫാക്ടർ 0 ആയിരിക്കും.
അതുകൊണ്ട് അവിടെ പിന്നെ റെസിസ്റ്റീവ് ഡ്രോപ്പ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ പവർ ഡെവലപ്ഡ് ഈസ് 0. ഇൻഡക്റ്റീവ് സർക്യൂട്ടിൽ ഡെവലപ്പ് ചെയ്യുന്ന പവർ എന്തായിരിക്കും? 0 പവർ ആയിരിക്കും ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ എന്താണ് ഈ റെസിസ്റ്റീവ് സർക്യൂട്ടിൽ മാക്സിമം പവർ ഡെവലപ്പ് ചെയ്തിരുന്നു. ഇവിടെ നമുക്ക് പവർ അവിടെ എന്താണ് പവർ ഫാക്ടർ 1 ആയിരുന്നു അല്ലെ, യൂണിറ്റി പവർ ഫാക്ടർ ആയിരുന്നു. എന്നാൽ ഇൻഡക്റ്റീവ് സർക്യൂട്ടിൽ പവർ ഫാക്ടർ 0 ആണ്. അതുകൊണ്ട് തന്നെ പവർ ഡെവലപ്പ് ചെയ്യുന്നത് 0 ആണ്. റെസിസ്റ്റൻസ് 0 ആയതിനാൽ പവർ ഫാക്ടർ 0 ആണ്. പവർ ഫാക്ടർ 0 ആയതുകൊണ്ട് തന്നെ പവർ ഡെവലപ്ഡ് ഈസ് 0. ഇൻ പ്യൂർ ഇൻഡക്റ്റീവ് സർക്യൂട്ട് പവർ ഡെവലപ്ഡ് ഈസ് 0. ഇനി ഇതിൽ പവർ ക്യാൻ ബി ഒബ്റ്റെയിൻഡ്. എന്തുകൊണ്ടാണ് 0 ആണത് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഈ പിന്നെ ഡയഗ്രാം വെച്ചൊന്ന് പരിശോധിക്കാം. ഇവിടെ നോക്കുക, നമ്മളിപ്പോൾ ഇതാണ് എന്താണ് വോൾട്ടേജിൻ്റെ അല്ലേ, വോൾട്ടേജിൻ്റെ പിന്നെ സൈൻ വേവ് ഇങ്ങനെയാണ്. എന്നാൽ കറണ്ടിൻ്റെ വേവ് ഇങ്ങനെയാണ്. എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് മാക്സിമത്തിലെത്തുമ്പോൾ കറണ്ട് 0 ആണ്, പിന്നെ കറണ്ട് മാക്സിമത്തിലെത്തുമ്പോൾ വോൾട്ടേജ് 0 ആണ്. 90 ഡിഗ്രി ഫേസ് ഡിഫറൻസ് പിന്നെ ലാഗ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കുക, ഇവിടെ ഇപ്പോൾ കറണ്ടിൻ്റെ ഒരു ഹാഫ് അല്ലേ, കറണ്ടിൻ്റെ ഡയറക്ഷൻ പിന്നെ ഹാഫ് സൈക്കിൾ, ഒരു ഹാഫ് സൈക്കിൾ, ഒറ്റ ഹാഫ് സൈക്കിൾ തന്നെ അതിൻ്റെ ക്വാർട്ടർ സൈക്കിൾ വരുമ്പോഴേക്കും ഇവിടെ നോക്കുക, ഇവിടെ V × I അല്ലേ, ഇത് വോൾട്ടേജിൻ്റെ ഇത് കറണ്ട് V × I, ഇത് പോസിറ്റീവാണ് അല്ലേ, V × I എന്നുള്ളത് പോസിറ്റീവാണ്. അപ്പോൾ രണ്ടും പോസിറ്റീവാണ്. വോൾട്ടേജും കറണ്ടും പോസിറ്റീവ് ഹാഫ് സൈക്കിളാണുള്ളത്. അതുകൊണ്ട് പവറും എന്തായിരിക്കും? പോസിറ്റീവായിരിക്കും. എന്നാൽ രണ്ടാമത്തേത് നോക്കുക, ഇവിടെ കറണ്ട് പോസിറ്റീവാണ്, വോൾട്ടേജ് നോക്കുക, ഇതിൽ വന്നിട്ട് ഇവിടെ കറണ്ട് നെഗറ്റീവാണ് അല്ല, വോൾട്ടേജ് നെഗറ്റീവാണ്, കറണ്ട് പോസിറ്റീവാണ്. വോൾട്ടേജും കറണ്ടും അല്ല, ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് ആകുമ്പം നെഗറ്റീവ് അല്ലെ V × I എന്നുള്ളത് പവർ നെഗറ്റീവ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഒരു ഹാഫ് സൈക്കിൾ തന്നെ, ഒറ്റ ഹാഫ് സൈക്കിൾ എന്നതാണ് പോസിറ്റീവ്, പകുതി പോസിറ്റീവ് പവറും പകുതി നെഗറ്റീവ് പവറും, ഇത് രണ്ടും കൂടി ന്യൂട്രലൈസ് ചെയ്ത് പോകും. അപ്പോൾ പവർ 0 ആയിരിക്കും കിട്ടുക. അതുപോലെ തന്നെ ഇവിടെ നോക്കുക, നെഗറ്റീവാണ്, വോൾട്ടേജും നെഗറ്റീവാണ്, പിന്നെ കറണ്ടും നെഗറ്റീവാണ്. അപ്പോൾ V × I രണ്ടും നെഗറ്റീവ് ആയതുകൊണ്ട് അതിന് പോസിറ്റീവ് പവർ കിട്ടും. എന്നാൽ ഇവിടെ എന്താണ് പിന്നെ വോൾട്ടേജ് പോസിറ്റീവാണ്, കറണ്ട് നെഗറ്റീവാണ്, രണ്ടും കൂടി ഒറ്റ ഹാഫ് സൈക്കിൾ, ഒരു ഹാഫ് സൈക്കിളിൽ തന്നെ എന്ത് ചെയ്യും, പിന്നെ പോസിറ്റീവ് പവറും ഒരേ അളവ് പോസിറ്റീവ് പവറും നെഗറ്റീവ് പവറും വരും. അപ്പോൾ ഇത് രണ്ടും കൂടി ന്യൂട്രലൈസ് ചെയ്ത് പോകും. അങ്ങനെ 0 പവർ ആയിരിക്കും പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ടിൽ കിട്ടുക. ഇനി AC സർക്യൂട്ട് കണ്ടെയ്നിങ് പ്യുവർ കപ്പാസിറ്റീവ് ഓൺലി. ഒരു പ്യുവർ കപ്പാസിറ്റീവ് സർക്യൂട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതാണ് AC അപ്ലൈഡ് അക്രോസ് എ പ്യുവർ കപ്പാസിറ്റീവ് സർക്യൂട്ട്. പ്യുവർ കപ്പാസിറ്റീവ് സർക്യൂട്ടാണ് ഇവിടെ AC നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിലൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യും. അത് കാണാനുള്ള ഇക്വേഷൻ I = V/Z ആണ്. ഇവിടെ പ്യുവർ കപ്പാസിറ്റീവ് സർക്യൂട്ട് ആയതുകൊണ്ട് Z = XC ആണ് അല്ലേ, കപ്പാസിറ്റൻസ് കൊണ്ടുണ്ടാകുന്ന ഒപ്പോസിഷനെ നമ്മൾ ഇൻഡക്റ്റീവ് അല്ല കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് എന്ന് പറയും. അതിനെ സൂചിപ്പിക്കുന്ന ലെറ്ററാണ് XC. അപ്പോൾ ഇവിടെ ഇംപെഡൻസ് എന്ന് പറഞ്ഞാൽ ഒപ്പോസിഷൻ എവിടെ ഒന്നുമില്ല, റെസിസ്റ്റൻസ് ഇല്ല, ഇൻഡക്റ്റൻസും ഇല്ല, ഇവിടെ കപ്പാസിറ്റൻസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് എന്നുള്ള ഒറ്റ ഒപ്പോസിഷൻ ഉള്ളൂ. അതുകൊണ്ട് ടോട്ടൽ ഒപ്പോസിഷൻ എന്ന് പറയുന്നതാണ് ഇംപെഡൻസ്. അതെന്ന് പറയുന്നത് എന്താണ്, പിന്നെ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് XC ആണ്. അതുകൊണ്ട് കറണ്ട് കാണാനുള്ള ഇക്വേഷൻ I = V/XC ആയിരിക്കും. ഇൻഡക്റ്റീവ് റിയാക്റ്റൻസിൽ V/XL ആയിരുന്നു, ഇവിടെ V/XC ആണ്. ഇനി എന്താണ് പ്യുവർ കപ്പാസിറ്റീവ് സർക്യൂട്ടിൽ കറണ്ട് ഡസ് നോട്ട് റിമെയിൻ ഇൻ ഫേസ്. ഇൻഡക്റ്റീവ് സർക്യൂട്ടിലും എന്ത് ചെയ്യില്ല, പിന്നെ ഇൻ ഫേസ് ആയിരുന്നില്ല. പക്ഷേ ഇൻഡക്റ്റീവ് സർക്യൂട്ടിലും ലൈൻ വ്യത്യാസമായിട്ട് ഇവിടെ വോൾട്ടേജ് ബട്ട് ലീഡ്സ് ദ വോൾട്ടേജ് ബൈ 90 ഡിഗ്രി. കറണ്ട് ലീഡ്സ് ദി വോൾട്ടേജ് ബൈ 90 ഡിഗ്രി. ഇവിടെ എന്താണ് ഇൻഡക്റ്റീവ് സർക്യൂട്ടിൽ ലാഗ് ചെയ്തതായിരുന്നു 90 ഡിഗ്രി. ഇവിടെ കറണ്ടാണ് ആദ്യം എത്തുക. ലീഡ് ചെയ്യാന്ന് പറഞ്ഞാൽ കറണ്ട് ആദ്യം എത്തി. ഇവിടെ വോൾട്ടേജ് 0 ആവുന്ന സമയത്ത് കറണ്ട് മാക്സിമം ആണ്. അപ്പോൾ 90 ഡിഗ്രി എന്തായിരിക്കും, ലീഡിങ് ആയിരിക്കും. കറണ്ട് ലീഡ്സ് ബൈ 90 ഡിഗ്രി. പിന്നെ വോൾട്ടേജ് എന്ത് ചെയ്യും, വോൾട്ടേജിനേക്കാൾ കറണ്ട് ലീഡ് ചെയ്യും, 90 ഡിഗ്രി ലീഡ് ചെയ്യും. ഇവിടെ വരക്കുമ്പോൾ എന്താണ്, നേരത്തെ ഇൻഡക്റ്റീവിന് വരച്ചപ്പോൾ താഴെ ഇങ്ങനെ ഇങ്ങോട്ടായിരുന്നു, 90 ഡിഗ്രി ലാഗ് ചെയ്തായിരുന്നു. ഇവിടെ 90 ഡിഗ്രി ലീഡ് ചെയ്യുന്നതിൻ്റെ വെക്റ്റർ ഡയഗ്രാം ഈ രീതിയിലാണ് ഉണ്ടാവുക. അപ്പോൾ കപ്പാസിറ്റീവ് സർക്യൂട്ടിൽ പ്യുവർ കപ്പാസിറ്റീവ് സർക്യൂട്ടിൽ കറണ്ട് വോൾട്ടേജിനെ 90 ഡിഗ്രി ലീഡ് ചെയ്യും. ഇനി ഒരു പ്യുവർ കപ്പാസിറ്റീവ് സർക്യൂട്ടിൽ എന്തില്ല, നോ റെസിസ്റ്റൻസ് ആൻഡ് നോ ഇൻഡക്റ്റൻസ്. അതുകൊണ്ട് തന്നെ cos phi = R/Z ആണ്. cos phi എന്ന് പറഞ്ഞാൽ പവർ ഫാക്ടർ കാണാനുള്ള ഇക്വേഷൻ R/Z ആണ് നമുക്കറിയാം.
ഇവിടെയും ഇൻഡക്റ്റീവ് സർക്യൂട്ടിലേതുപോലെ തന്നെ ആർ റെസിസ്റ്റൻസ് 0 ആണ്. അതുകൊണ്ട് കോസ് ഫൈ 0 ആണ്. 0/Z is equal to 0 ആണ്. അപ്പോൾ പവർ ഫാക്ടർ അവിടെ ഉള്ളതുപോലെ തന്നെ പവർ ഫാക്ടർ എന്നാണ്. പ്യുവർ കപ്പാസിറ്റി ഇവിടെ ഇൻഡക്റ്റീവ് എന്നായിരിക്കും കപ്പാസിറ്റീവ് സർക്യൂട്ടിലും കപ്പാസിറ്റീവ് സർക്യൂട്ടിലും എന്താണ് പവർ ഫാക്ടർ 0 ആണ്. ഇനി പവറും അതുപോലെ തന്നെ പവർ ഫാക്ടർ 0 ആയതുകൊണ്ട് തന്നെ പവറും ഈ കപ്പാസിറ്റീവ് സർക്യൂട്ടിലും പ്യുവർ കപ്പാസിറ്റീവ് സർക്യൂട്ടിലും പവർ ഡെവലപ്ഡ് ഈസ് 0. അപ്പോൾ പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ടിലും പ്യുവർ കപ്പാസിറ്റീവ് സർക്യൂട്ടിലും പവർ ഡെവലപ്പ് ചെയ്യുന്നത് 0 പവർ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതാണ് റെസിസ്റ്റൻസ് 0 ആയതുകൊണ്ട് പവർ ഫാക്ടർ 0 ആയിരിക്കും. റെസിസ്റ്റൻസ് 0 ആയതുകൊണ്ട് തന്നെ അവിടെ റെസിസ്റ്റീവ് പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഒന്നും ഉണ്ടാവില്ല. പവർ ഫാക്ടർ 0 ആയതുകൊണ്ട് എന്താണ് പവർ ഡെവലപ്ഡ് 0 ആയിരിക്കും. അപ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യം പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ടിലും പ്യുവർ കപ്പാസിറ്റീവ് സർക്യൂട്ടിലും പവർ ഫാക്ടറിൻ്റെ വാല്യൂ 0 ആണ്. അതുപോലെ തന്നെ പവറും 0 ആണ്. പവർ ഫാക്ടറിൻ്റെ വാല്യൂ 0 ആണ്. V/I പവർ ഫാക്ടർ എന്നാണ്. അപ്പോൾ പവർ ഫാക്ടർ 0 ആയതുകൊണ്ട് V/I 0 എന്ന് വരും. അപ്പോൾ പവർ 0 ആണ്. അപ്പോൾ പ്യുവർ കപ്പാസിറ്റീവ് സർക്യൂട്ടിലും പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ടിലും പവർ ഡെവലപ്പ് ചെയ്യുന്നത് 0 പവറാണ് ഡെവലപ്പ് ചെയ്യുക. എന്നാൽ പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ടിൽ മാക്സിമം പവർ ഡെവലപ്പ് ചെയ്യും. മാക്സിമം പവർ ആയിരിക്കും ഡെവലപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അപ്പാരൻ്റ് പവർ ഈക്വൽ ടു ആക്റ്റീവ് പവർ. അപ്പോൾ എന്താണ് ഇതിൽ നമ്മൾ പ്യുവർ കപ്പാസിറ്റീവ് സർക്യൂട്ടും നേരത്തെ ഇൻഡക്റ്റീവ് സർക്യൂട്ടിൽ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ വേവ് ഫോം വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നോക്കുക ഫസ്റ്റ് പിന്നെ ഇത് കറണ്ടിൻ്റെ ഫുൾ വേവ് ഫോം ഇവിടുന്ന് വോൾട്ടേജ് ആണ്. പിന്നെ അത് ലീഡ് ചെയ്യും കറണ്ട് ലീഡ് ചെയ്യും ഇവിടെ. അപ്പോൾ എന്താണ് കറണ്ട് ലീഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു ഹാഫ് സൈക്കിൾ തന്നെ ഇത് നോക്കുക. ഇവിടെ നെഗറ്റീവ് കറണ്ട് നെഗറ്റീവാണ് എന്നാൽ വോൾട്ടേജ് കറണ്ട് പോസിറ്റീവാണ് വോൾട്ടേജ് നെഗറ്റീവാണ്. ഇത് V/I അല്ലേ. അപ്പം പിന്നെ എന്താണ് വോൾട്ടേജ് നെഗറ്റീവ് Vയും × I എന്ന് പറയുമ്പോൾ പിന്നെ പവർ എന്ത് ചെയ്യും നെഗറ്റീവ് പവറാണ് ഉണ്ടാവുക. എന്നാൽ അതേ ഹാഫ് സൈക്കിൾ ഈ കറണ്ടിൻ്റെ ഇതേ ഹാഫ് സൈക്കിൾ തന്നെ നോക്കുക. കറണ്ടിൻ്റെ ഹാഫ് സൈക്കിൾ പോസിറ്റീവാണ് പക്ഷേ അല്ലേ കറണ്ടിൻ്റെ ഹാഫ് സൈക്കിൾ പോസിറ്റീവാണ് എന്നാൽ വോൾട്ടേജിൻ്റെ ഹാഫ് സൈക്കിളും ഇവിടെ പോസിറ്റീവാണ്. ആ പോസിറ്റീവ് പവറാണ് ഉണ്ടാവുക. ഒരു ഹാഫ് സൈക്കിൾ തന്നെ പോസിറ്റീവ് പവറും ഒരേ അളവ് പോസിറ്റീവ് പവറും ഒരേ അളവ് നെഗറ്റീവ് പവറും ഉണ്ടാകുമ്പോൾ ഇത് രണ്ടും കൂടി ന്യൂട്രലൈസ് ചെയ്ത് പോകും. അപ്പോൾ പവർ 0 ആയിരിക്കും. അതുപോലെ തന്നെ അടുത്തലും രണ്ട് അല്ലേ ഈ ഒരു ഹാഫ് സൈക്കിൾ ആ രണ്ട് ക്വാർട്ടറും കൂടി നെഗറ്റീവ് പവറും പിന്നെ പോസിറ്റീവ് പവർ ഈക്വൽ പവർ ഉണ്ടാകുമ്പോൾ അത് രണ്ടും കൂടി ന്യൂട്രലൈസ് ചെയ്ത് പോകും. അങ്ങനെ പവർ 0 ആയിരിക്കും കിട്ടുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് ആരെങ്കിലും റെസിസ്റ്റീവ് സർക്യൂട്ടിലെ പവർ ഫാക്ടർ അതുപോലെ തന്നെ വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള റിലേഷൻ. പിന്നെ അതുപോലെ തന്നെ പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ടിലെ പവർ ഫാക്ടർ അതുപോലെ തന്നെ വോൾട്ടേജും കറണ്ടും തമ്മിൽ 90 ഡിഗ്രി ലാഗിങ് ആയിരിക്കും. പിന്നെ കപ്പാസിറ്റീവ് സർക്യൂട്ടിലെ പവർ അല്ലേ 0 ആയിരിക്കും. പവർ ഫാക്ടർ 0 ആയിരിക്കും. പിന്നെ വോൾട്ടേജും കറണ്ടും തമ്മിൽ 90 ഡിഗ്രി ലീഡിങ് ആയിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് ചർച്ച ചെയ്തത്. ഇത് പിന്നെ വേറെയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് ഉപയോഗിക്കാനുള്ളതാണ്. എല്ലാവരും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എല്ലാവരും പിന്നെ മനസ്സിലാക്കി പഠിക്കുക. അടുത്ത പിന്നെ ദിവസം നമ്മൾ AC സർക്യൂട്ട് വിത്ത് ഇപ്പോൾ ഈ പ്യുവർ ഇൻഡക്റ്റീവ് ഒക്കെ നമ്മൾ പറഞ്ഞത് അങ്ങനെ ഒരു സംഗതി ഉണ്ടാക്കാൻ കഴിയില്ല നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ഇനി എന്താണ് അടുത്ത ക്ലാസ്സിൽ AC സർക്യൂട്ട് വിത്ത് റെസിസ്റ്റൻസും ഇൻഡക്റ്റൻസും സീരീസ് ആയിട്ട് കൊടുത്താൽ പിന്നെ നമുക്കെങ്ങനെ അതിലുള്ള പിന്നെ കാര്യങ്ങൾ കണ്ടുപിടിക്കാം. അതുപോലെ തന്നെ റെസിസ്റ്റൻസും കപ്പാസിറ്റൻസും R എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസും ഇൻഡക്റ്റൻസും പിന്നെ റെസിസ്റ്റൻസും കപ്പാസിറ്റൻസും സീരീസ് അതാണ് അടുത്ത ലെസൺ. അപ്പോൾ എല്ലാവരും കണ്ട് മനസ്സിലാക്കി പഠിക്കുക. താങ്ക് യു.